എല്ലാവർക്കും സുഖമല്ലേ? ഏം, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം എനിക്ക് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്നും ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇത്തിരി തിരക്കായിരുന്നു. എനിക്ക് യൂണിവേഴ്സിറ്റി ക്ലാസ് ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു, പിന്നെ അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഇത്തിരി തിരക്കായിപ്പോയേ. അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ താമസിച്ചത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏം, വളരെ നിസ്സാരമായ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ടാണ്. പക്ഷേ ഇത് വളരെ നിസ്സാരമാണെന്നുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ മലയാളികളെ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് ആൾക്കാരെ എന്താ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഹൈ കൊളസ്ട്രോള്. ഇപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന മെഴുകു പോലെയുള്ള ഒരു പദാർത്ഥമാണ്. ഈ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ കോശങ്ങളുടെ നിർമ്മാണത്തിനും നമ്മുടെ ഹോർമോണിൻ്റെ ഉത്പാദനത്തിനും ഒക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളത് രണ്ട് തരമാണ്. ഇപ്പം നമ്മുടെ നമ്മുടെ എന്താ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ കൂട്ടുക, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നതാണ്. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് LDL കൊളസ്ട്രോൾ ആണ്, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്. അപ്പം ഈ LDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് മൂലം നമ്മൾക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് അതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഈ മെഴുക് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞിട്ടാണ് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്നത്. പിന്നെ HDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കൂട്ടുക എന്നുള്ളതാണ്, HDL കൂട്ടുക എന്നുള്ളത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് റിസ്ക് ഗ്രൂപ്പുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഹൈ കൊളസ്ട്രോള് വരാനുള്ള സാധ്യത കൂടുതലെന്ന്. അതിൽ പ്രധാനമായിട്ടും അമിതമായി എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നവരെ, വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരെ, പിന്നെ പുകവലി മദ്യപാനം ഉള്ളവർ, പിന്നെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഹൈ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വ്യായാമം ചെയ്യാത്തവരെ, ഇപ്പം നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ അല്ലേ വ്യായാമമൊക്കെ ചെയ്യാനായിട്ട്, അല്ലേ? നമ്മൾ പറയുമെങ്കിൽ നമ്മളാരും അത് ശരിയായ നമ്മുടെ ആ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഇപ്പം വ്യായാമം ചെയ്യാത്തവരെ, പിന്നെ അമിതവണ്ണമുള്ളവരെ, പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, അവരെന്ന് വെച്ചാൽ അവരൊരു 8 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരൊക്കെയാണ് റിസ്ക് ഗ്രൂപ്പുകളെന്ന് പറയുന്നത്, കൊളസ്ട്രോള് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ആൾക്കാരെ. അപ്പം നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ കൊളസ്ട്രോൾ നമ്മുടെ HDL നല്ല കൊളസ്ട്രോൾ കൂട്ടാനും LDL ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നത് മൂലം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തുന്നത് മൂലം നമ്മൾക്കത് വലിയ ബെനിഫിറ്റ്സ് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കൂടുതൽ നാരുകളടങ്ങിയ ഭക്ഷണങ്ങളെ, നാരുകളടങ്ങിയെന്ന് പറയുമ്പോൾ ഓട്സ്, നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, ആപ്പിൾ, പേരയ്ക്ക, ഇവയിലൊക്കെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ HDL നമ്മൾക്ക് കൂട്ടാനും നമ്മുടെ LDL ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അത് omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അയല, മത്തി, ചൂര, അപ്പം എന്നിവയൊക്കെ നമ്മുടെ HDL കൊളസ്ട്രോൾ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വെജിറ്റേറിയൻസ് ഇല്ലേ, നമ്മൾ മത്സ്യമൊന്നും കഴിക്കാത്തവരെ, അവർക്ക് ഇതിന് പകരമായിട്ട് വാൾനട്ട്, നമ്മുടെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾക്ക് ഈ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്സും ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും വളരെ സുലഭമായിട്ട് കിട്ടും. നമ്മുടെ ആയുർവേദ കടകളിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒക്കെ ഇത് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ എന്താ പറയുക, മത്സ്യത്തിന് പകരം omega-3 ഫാറ്റി ആസിഡ്സിന് പകരം ഇത് കഴിക്കുക. അപ്പം ഇതുമൂലം നിങ്ങളുടെ HDL നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ പുകവലി മദ്യപാനവും മൂലം നമ്മുടെ രക്തക്കുഴലുകളിലെ നമ്മുടെ ഈ കൊളസ്ട്രോൾ അമിതമായിട്ട് അടിഞ്ഞുകൂടും. അങ്ങനെയാണ് നമ്മൾക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്നത്. പിന്നെ വ്യായാമം ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങളൊന്ന് നടക്കാൻ ശ്രമിക്കുക.
നമ്മളിപ്പോൾ എന്താ ഓടുകയോ ചാടുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് എടുക്കുകയോ നമ്മൾ എക്സസൈസ് എന്നോ അല്ലെങ്കിൽ വ്യായാമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പം അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ സാധാരണ നടക്കുന്നത് പോലെ ഒരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം നടക്കാനായിട്ട് നോക്കുക. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീക്വൻറ്റ് ബ്രേക്സ് എടുക്കുക. നിങ്ങൾ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാൻ നോക്കുക. അത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളിയുടെ അല്ലി കഴിക്കുന്നത് മൂലം നമുക്ക് ഈ രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കും. രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടുന്ന അത് നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഫ്, ലാമ്പം ഇതൊക്കെ റെഡ് മീറ്റിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ബേക്കറി പലഹാരങ്ങൾ എപ്പോഴും എന്താ പറയുന്നത്, ഈ എണ്ണ കൂടുതൽ അല്ലെങ്കിൽ ബട്ടർ ഇട്ടത് അല്ലെങ്കിൽ ഭയങ്കര ഷുഗറി ആയിട്ടുള്ളത് അല്ലേ, അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യുക നിങ്ങൾ. പിന്നെ എണ്ണയുടെ ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്കിനും മെയിനായിട്ട് വരുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ കഴിക്കുന്നത് മൂലം നമുക്ക് കൊളസ്ട്രോൾ കൂടില്ല, നമ്മുടെ കൊളസ്ട്രോൾ കുറയുമെന്നുള്ളത്. പിന്നെ ഒരിടയ്ക്ക് കേട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താ പറയുന്നത്, കൊള്ളുകയില്ല എന്നൊക്കെ. പക്ഷേ ഈ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ കുറയും. അതായത് HDL കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളാണ് കുറയുന്നത്. LDL കൊളസ്ട്രോൾ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലിൽ ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനിമൽ മീറ്റിലും അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് സോളിഡായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പദാർത്ഥമാണ്. അപ്പം അത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാലും അതിൻ്റെ ആ സെയിം ടെക്സ്ചറാണ്. അപ്പോൾ ഈ ടെക്സ്ചർ ടെക്സ്ചർ മാറത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഫാറ്റ് ഈ കോക്കനട്ട് ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രാൻ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചില ആൾക്കാർക്ക് കോക്കനട്ട് ഓയിൽ തന്നെ നമ്മുടെ ഫുഡിൽ വേണം. അപ്പം അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അത് നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സൈക്ലിങ്, സ്വിമ്മിങ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും നമ്മുടെ HDL കൊളസ്ട്രോള് കൂട്ടാനും LDL ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അമിതമായിട്ട് വണ്ണമുള്ളവരിൽ എപ്പോഴും HDL കൊളസ്ട്രോൾ കുറവും LDL ചീത്ത കൊളസ്ട്രോൾ കൂടുതലുമായിരിക്കും. അപ്പം അത് നിങ്ങളുടെ വണ്ണമൊക്കെ നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ ആദ്യം തന്നെ നമുക്ക് ടാബ്ലറ്റ് തുടങ്ങത്തില്ല. അവരെപ്പോഴും നമ്മളോട് പറയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാൻ പറയും. പക്ഷെ നിങ്ങൾ അങ്ങനെയാ ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉള്ളവർ നിങ്ങൾ ഈ ഭക്ഷണ രീതികളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 മാസം കൊണ്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഡോസസ് കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നവർ നിങ്ങളുടെ ആ ഹൈ ഡോസസിൽ നിന്ന് മാറി നിങ്ങളത് കുറയ്ക്കുവാനും അത് ക്രമേണ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനും ഇത് സഹായിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമുക്ക് വലിയ ബെനിഫിറ്റാണ് കിട്ടുന്നത്. അപ്പം അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇത് കൂടുന്നത് മൂലം നമ്മൾ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ഭക്ഷണം ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, ആരോഗ്യം നിങ്ങൾ നോക്കുക. പിന്നെ അതുവഴി നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനും ഇത് വളരെ അത്യാവശ്യമാണ് എന്നോർക്കുക. പിന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസ് അല്ല. ഇപ്പം എന്തെങ്കിലും അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് മാത്രം നിങ്ങളുടെ നിങ്ങളുടെ ഭക്ഷണ രീതിയിലും ഒക്കെ നിങ്ങളുടെ വ്യായാമത്തിലും ഒക്കെ നിങ്ങൾ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടാവുന്നതാണ്. ഞാൻ അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.